ഇപ്പം നമ്മൾ ധ്യാനിക്കുന്ന ആ വിഷയം ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഉച്ചയ്ക്കത്തെ സെഷൻ കഴിഞ്ഞിട്ട് ചോദ്യത്തിന് അവസരമുണ്ട്. കാരണം നമ്മൾ പഠിക്കുന്ന വിഷയം, ധ്യാനിക്കുന്ന വിഷയം ഇത് വചനപ്രകാരം തന്നെയാണോ? കാരണം നമ്മുടെ കയ്യിൽ, ഓരോരുത്തരുടെ കയ്യിൽ ദൈവത്തിൻ്റെ വിശുദ്ധ വചനമുണ്ട്. കേൾക്കുന്നത്, പഠിക്കുന്നതെല്ലാം ഈ വചനത്തിൻ്റെ ആധാരത്തിൽ വേണം നമ്മൾ അത് ശോധന ചെയ്യാൻ. കാരണം ഇന്ന് ഒത്തിരി പേർ വഞ്ചിക്കപ്പെടുന്നുണ്ട്. ഞാൻ വഞ്ചിക്കപ്പെടുവാന്നോ, അതോ ഞാൻ കേൾക്കുന്നത് ഇത് സത്യമാണോ? കാരണം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ആയുസ്, നമ്മൾ പിന്നെയും ഈ ഭൂമിയിൽ ഇങ്ങനെ തന്നെ ജീവിക്കാൻ ഇനിയും വരുന്നില്ല. 1000 ആണ്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് നിത്യതയുണ്ട്. പക്ഷേ നമ്മൾ ഈ പ്രാവശ്യം ഈ ഭൂമിയിൽ വന്ന പോലെ ഇനിയും ദൈവം നമുക്ക് ഈ ഭൂമിയിൽ ഒരവസരം കൂടെ തരാൻ പോകുന്നില്ല. കൃപയുടെ വാതിൽ അടയ്ക്കാനുള്ള സമയമെടുത്തു. നമ്മുടെ മുമ്പേ ഉള്ള സമയം എത്ര വിലപ്പെട്ടതാ. ഇന്ന് ആൾക്കാർ ചിന്തിക്കുന്ന പൈസയ്ക്കാ വില. പൈസയല്ല വിലയുള്ളത്, നമ്മുടെ മുമ്പേ ഉള്ള സമയം. പൈസ നഷ്ടപ്പെട്ടാലും നമുക്ക് പിന്നെയും ഉണ്ടാക്കാം. പക്ഷെ സമയം നഷ്ടപ്പെട്ടാൽ അത് നമുക്ക് മടക്കി പിന്നെ കിട്ടത്തില്ല. എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് തന്നിരിക്കുന്ന ആ സമയം, അതിൻ്റെ വില മനസ്സിലാക്കി വേണം ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മക്കൾ പഠിക്കണ്ട എന്നല്ല, നമ്മൾ പഠിക്കണം. പക്ഷേ ഞാൻ പഠിക്കുന്നത് എന്തിന്? എൻ്റെ ലക്ഷ്യം എന്തിന്? ഞാൻ അതിൻ്റെ ഉദാഹരണം, നമ്മളിപ്പം ഈ കഴിഞ്ഞ 23 തീയതി വരെ സ്വിറ്റ്സർലൻഡിൽ ദാവോസ് പറഞ്ഞ ഒരു ചെറിയ ഗ്രാമമാണ്. 3000 ആൾക്കാർ ഒന്നിച്ച് വന്നിട്ടുണ്ട്. 20 തീയതി തൊട്ട് 19 തൊട്ട് 23 തീയതി വരെയുള്ള ഒരു ചെറിയ കോൺഫറൻസാണ്. വേൾഡ് ഫേമസ് കോൺഫറൻസാണ്. കഴിഞ്ഞ 40 വർഷമായി നടക്കുന്ന ഒരു കോൺഫറൻസാണ്. 3000 പേർ വന്നേക്കുന്നത്. ഈ 3000-ൽ 65 ഓരോ രാജ്യങ്ങളുടെ അധ്യക്ഷന്മാരാണ്. 130 രാജ്യങ്ങളിൽ നിന്ന് 3000 പേർ ഒന്നിച്ച് വന്നേക്കുക. അതിൽ 65 ഓരോ രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റ്സ്. ബാക്കി വലിയ വലിയ ഓർഗനൈസേഷൻ്റെ പ്രസിഡൻസാണ്. ഈ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഈ വേൾഡ് ഫോറത്തിൽ മെമ്പർ ആകണമെങ്കിൽ 1 വർഷം കൊടുക്കേണ്ടത് $1 മില്യൺ. $1 മില്യൺ കൊടുത്തിട്ടാണ് ഈ കോൺഫറൻസ് അറ്റൻഡ് ചെയ്യുന്നത്. ആ കോൺഫറൻസിൽ ഒന്നിച്ച് വന്നേക്കുന്ന എന്തിനാ? ഇനിയും ഉള്ള കാലം മനുഷ്യൻ്റെ ജീവിതം എങ്ങനെയായിരിക്കും, വേൾഡ് പൊളിറ്റിക്സ് എങ്ങനെയായിരിക്കും, അത് ഓരോ കാര്യങ്ങൾ ചിന്തിക്കാനും തീരുമാനിക്കാനായി ഈ ആൾക്കാർ വന്നേക്കുന്നത്. ദ വേൾഡ് ലീഡേഴ്സാണ്. ഞാനത് പറഞ്ഞത് എന്തിന്? ഇവർ ചിന്തിച്ചേക്കുന്നേ, ഇവരായിരിക്കും ഈ ഭൂമിയുടെ ഭാവി, ഈ ലോകത്തിൻ്റെ ഭാവി തീരുമാനിക്കുന്നത്. ഞങ്ങളുടെ കയ്യിൽ ധനമുണ്ട്, ഞങ്ങളുടെ കയ്യിൽ അധികാരമുണ്ട്. ഇവരുടെ ചിന്ത അതാ, ഞങ്ങളാ തീരുമാനിക്കുന്നത്. പക്ഷെ ഇവർ അറിയുന്നില്ല, ഇവരുടെ മീതെ ഒരുവനുണ്ട്. ഈ സൃഷ്ടിയെ ഉണ്ടാക്കിയവനാ തീരുമാനിക്കുന്നത് മനുഷ്യൻ്റെ ഭാവി എങ്ങനെയായിരിക്കും. അവർ അവിടെ കൂടിയിരിക്കുമ്പോൾ നമ്മളിവിടെ കൂടി വന്നേക്കുന്നത് സർവശക്തൻ്റെ ആലയങ്ങളാണ്. സർവശക്തൻ ആയ ദൈവത്തിൻ്റെ സ്നേഹിതന്മാരാ, ഇല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ സെഷനിൽ ശ്രദ്ധിച്ച ഒരു വിഷയം, എൻ്റെ വിളി. നമ്മുടെ പിള്ളേർ പഠിക്കണം, പൈസയ്ക്കല്ല, വേറെ ഒരു കമ്പനിയിൽ പോയി അടിമപ്പണി ചെയ്യാനല്ല. എന്നെ ദൈവം എവിടെ ആക്കുന്നു അവരുടെ പൈസയ്ക്ക് വേണ്ടിയല്ല, അവിടെ ഒരു വെളിച്ചമായി നിൽക്കാനാണ്. എനിക്ക് ഗൂഗിളിൻ്റെ പൈസ വേണ്ട. ഞാനിവിടെ ആയത്, മൈക്രോസോഫ്റ്റിലായത്, അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയിലോ ഏതെങ്കിലും രാജ്യത്തിൽ പോയാൽ പൈസയ്ക്കല്ല. എന്നെ ദൈവമാക്കിയതാ. എന്നെ കാണുന്നവൻ സർവശക്തനായ ദൈവത്തിൻ്റെ
ആ തേജസ് പറയുമ്പോൾ ഇങ്ങനത്തെ വെളിച്ചമല്ല, ആ ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ സ്വഭാവം എൻ്റെ ജീവിതം മുഖാന്തരം വെളിപ്പെടേണ്ടതാണ്. അതിൻ്റെ ഒരു ഉദാഹരണം നമ്മൾ വചനത്തിൽ കാണുന്നുണ്ടല്ലോ. ഒരു അബ്രഹാം, ഒരു ദാവീദ്, ഒരു യോസേഫ്, മനുഷ്യനായ ക്രിസ്തു, ഒരു പൗലോസ്. ഇവരുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്താ? ദൈവഹിതത്തിനു വേണ്ടി തന്നെ എന്ത് ചെയ്തു? സമർപ്പിച്ചു. ജസ്റ്റ് ഓരോരുത്തരുടെ ജീവിതം നോക്കിയാൽ ഒത്തിരി ആഴമുണ്ട്. ഒരു അബ്രഹാം, ഒരു ദിവസം സർവശക്തനായ ദൈവം സ്വയമേ വന്ന് ഈ അബ്രഹാമിൻ്റെ കൂടാരത്തിൻ്റെ വെളിയിലിരുന്ന് എന്തു ചെയ്യുക? അബ്രഹാമും സാറ ഉണ്ടാക്കിയ ആഹാരം എന്തു ചെയ്യുക? കഴിക്കുക. ഇത് ദൂതനല്ല. അബ്രഹാമിന് ആദ്യമേ പിടികിട്ടിയില്ല, പക്ഷെ ക്രമേണ അബ്രഹാമിന് പിടികിട്ടി. ഇത് ഇരിക്കുന്നവൻ ആരാ? എന്നെ ഊറിന്ന് വിളിച്ചവനാ. ഇത് ആ കനാനിലെ പ്രദേശത്തിലെ ഒരു വ്യക്തിയല്ല ഇതിരിക്കുന്നത്. ദൈവം അബ്രഹാമിനെ കുറിച്ച് പറയുന്നത് എന്താ? എൻ്റെ സ്നേഹിതനായവന്. ഞാൻ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, സ്തോത്രാഴ്ച കൊടുക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. പക്ഷെ എന്നെക്കുറിച്ച് സർവശക്തൻ പറയുമോ ഇവൻ എൻ്റെ സ്നേഹിതനാ? സോ ആ ഉയർന്ന വിളിയിലേക്ക്, അതിൻ്റെ ആ ഗൗരവം മനസ്സിലാക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെ ഈ ദിവസങ്ങളിൽ എന്തു ചെയ്യട്ടെ? സഹായിക്കുമാറാട്ടെ. സോ എൻ്റെ ജീവിതം മറ്റവർക്ക് അനുഗ്രഹമായി തീരണമെങ്കിൽ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഉൽപ്പത്തി 1:26-27 നമ്മൾ ഇഷ്ടംപോലെ വായിച്ച കാണപ്പാടം അറിയാവുന്ന വാക്യമാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം 26-27 വാക്യം. ജെനസിസ് ചാപ്റ്റർ 1 വേഴ്സ് 26 and 27. അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പറവജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. സോ നമ്മൾ ധ്യാനിക്കുന്ന വിഷയം എൻ്റെ വിളി, എൻ്റെ തിരഞ്ഞെടുപ്പ്. ദൈവം എന്നെ ഉണ്ടാക്കിയപ്പോൾ, ഇവിടെ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1:26-27 നമ്മൾ വായിക്കുമ്പോൾ ഇഷ്ടംപോലെ നമ്മൾ വായിച്ചതാ, ഒത്തിരി ധ്യാനിച്ചതാ, നോട്ട്സ് ഉണ്ടാക്കിയത് ഞാൻ തന്നെ ഇവിടെ പഠിപ്പിച്ച വിഷയമാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഈ വാക്യം ശ്രദ്ധിക്കുമ്പോൾ ഒറ്റയൊരു വിഷയം, ദൈവം ഈ മനുഷ്യനെ എങ്ങനെ ഉണ്ടാക്കുന്നു? തൻ്റെ സാദൃശ്യവും സ്വരൂപത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുക, ഒരു ആരംഭം ഇടുക. ഇവൻ്റെ ആത്മാവിനെ എന്തോ ചെയ്യുക? സൃഷ്ടിക്കുക. അതിൻ്റെ മുമ്പേ മനുഷ്യനില്ല, മൃഗങ്ങളെല്ലാം വന്നു. മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് നമുക്കെല്ലാവർക്കും ആ തോട്ടത്തിലൊന്ന് പോകാം. സർവശക്തനായ, സർവജ്ഞാനി, സർവവ്യാപി, നിത്യമായ ദൈവം ഈ രൂപത്തെ, ഈ മനുഷ്യനെ ഉണ്ടാക്കുന്നത്, അതിൻ്റെ പുറയിലുള്ള ദൈവത്തിൻ്റെ ഹിതം. നമ്മളും ഇന്ന് ആദ്യത്തെ സെഷൻ നോക്കിയപ്പോൾ എന്നെ ദൈവം സൃഷ്ടിച്ച് ഈ ഭൂമിയിൽ ആക്കിയത് എന്തിന് മനസ്സിലാക്കാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുക. നമ്മുടെ പിള്ളേർ പഠിച്ചിട്ട് ഇവർക്ക് നാളെ പ്ലേസ്മെൻറ്റ് കിട്ടും. കോളേജസ് എല്ലാം നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന എന്തിനാ? എന്തോ പറഞ്ഞുകൊണ്ടാ? ഞങ്ങളുടെ ഇവിടെ പ്ലേസ്മെൻ്റ് ഉണ്ട്. സോ ആ പ്ലേസ്മെൻറ്റിൻ്റെ സാധ്യത നോക്കിയാൽ നമ്മുടെ പിള്ളേർക്ക് നമ്മൾ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നത്. എനിക്ക് എന്തോ കിട്ടും? നല്ല പ്ലേസ്മെൻറ്റ്. നിങ്ങൾ ആ പ്ലേസ്മെൻറ്റിൻ്റെ ആ ഇൻ്റർവ്യൂ ശ്രദ്ധിക്കണം. വലിയ വലിയ കമ്പനിയുടെ എക്സിക്യൂട്ടീവ്സ് വരും, അവരുടെ ചെറിയ ബൂത്ത്സ് ഉണ്ട്. ഇവിടെ നല്ലപോലെ പഠിക്കുന്ന പിള്ളേർക്ക് അവർ ഓഫർ കൊടുക്കും. ഇപ്പം കഴിഞ്ഞ ദിവസം മുംബൈയിലെ
IIT-യിൽ പഠിച്ച ഒരു ക്രിസ്ത്യാനി ചെറുക്കനാ. അവൻ 2.5 കോടി രൂപയുടെ ഡെൻമാർക്കിൽ നിന്ന് ഒരു ജോലിയുടെ ഓഫർ കിട്ടിയത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇത്രയും പാക്കേജ് കിട്ടിയത്. അതിനാ ഇന്നത്തെ ഭാഷയിൽ ചെറുപ്പക്കാർ പറയുന്ന പാക്കേജ്. ഇതൊരു വലിയ ഗമയാ. എനിക്ക് ഇത്രയും പാക്കേജ്, ഇവിടെ പ്ലേസ്മെൻ്റ് ഉണ്ട്. യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടുണ്ടോ? അവർ വെള്ളക്കാരൻ ഒരു പ്രാവശ്യം പണ്ടൊക്കെ കപ്പലെടുത്തുകൊണ്ട് ആഫ്രിക്കയിൽ പോയത് എന്തിനായിരുന്നു? ഈ പ്ലേസ്മെൻറ്റിനാ, അല്ലാതെ വേറെ ഒന്നുമല്ല. അവൻ്റെ കപ്പലിൽ കുറെ ചങ്ങല എല്ലാം എടുത്തുകൊണ്ട് വന്നത് എന്തിന്? ആഫ്രിക്കയിൽ താമസിക്കുന്ന അവരെ എന്തോ ചെയ്യണം? പ്ലേസ്മെൻറ്റ്. അവർക്ക് കൊടുത്ത പ്ലേസ്മെൻറ്റ് എവിടാ? അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലെല്ലാം. എന്തോ പ്ലേസ്മെൻറ്റ്? അവിടെ ചെന്ന് എന്തോ ചെയ്യണം? അടിമപ്പണി, അല്ലാതെ വേറെ ഒന്നുമല്ല. ഈ പ്ലേസ്മെൻറ്റ് പറഞ്ഞ് ഈ പാക്കേജ് പറയുന്നത് എന്തിനാ? ഞങ്ങൾ നിനക്ക് ഇത്രയും തരാം, ഞങ്ങളുടെ അടിമയാകാമോ? ഞങ്ങൾ പറയുന്നത് നിനക്ക് ചെയ്യാമോ? ഞങ്ങളുടെ കമ്പനി 100 രൂപ ഉണ്ടാക്കിയാൽ നിനക്ക് 2 രൂപ ആയിരിക്കും തരുന്നത്. മതിയോ? നിനക്ക് 50 പോലും കിട്ടത്തില്ല, 25 പോലും കിട്ടത്തില്ല, 2 രൂപയായിരിക്കും തരുന്നത്. നമ്മൾ പറയുന്നത് അത് മതി സാറേ, നിങ്ങൾ പറയുന്ന ഏത് അടിമപ്പണി ചെയ്യാനും എനിക്ക് ഒരുക്കമാ. ചിന്തിച്ചേ ഞാൻ ഈ വിഷയം പറയുന്നത്. ഇന്നത്തെ ആൾക്കാരുടെ ചിന്ത എന്താ? പ്ലേസ്മെൻറ്റ് കിട്ടി, നല്ല ജോബ് ഓഫർ കിട്ടി, സാറേ നീ ഒരു അടിമയാ, കൂലിപ്പണിയാ, അതിന് വേറെ വാക്കൊന്നുമില്ല. ഇന്ന് ആൾക്കാർ വാക്കുകൾ മാറ്റി. എക്സാമ്പിൾ, വെളി രാജ്യങ്ങളിൽ ചെന്ന വേശ്യയെ വിളിക്കുന്നത് സെക്സ് വർക്കറാ. നല്ല പേരാ. നമ്മളിവിടെ വേശ്യ എന്ന് പറയുന്നത്, പ്രോസ്റ്റിറ്റ്യൂട്ട് പറയുന്നത്, ആ വാക്ക് അത്രയും നല്ലതല്ലാത്തതുകൊണ്ട് നമ്മൾ ആ പേര് മാറ്റി. എന്തുവാ പേരിപ്പം? സെക്സ് വർക്കർ. പെൻഷനും ഉണ്ട്, ഞാൻ ജോലി ചെയ്യുക. ജയിലിന് നമ്മളിവിടെ ജയിൽ പറയുന്നത് വെളി രാജ്യങ്ങളിൽ പോയ കറക്ഷൻ സെൻറ്ററാ. സോ മോൻ എന്തിയേ? അവൻ കറക്ഷൻ സെൻറ്ററിൽ പോയേക്കുക, ജയിൽ പറയല്ലേ. ഇവിടെ നമ്മൾ തൂപ്പുകാരനെന്ന് വിളിക്കുന്നത് വെളി രാജ്യങ്ങളിൽ ചെന്ന ജാനിറ്ററാ. നല്ല ഡിഗ്നിറ്റി ഉണ്ട്. ഞാൻ പറയുന്ന വിഷയം പേര് മാറ്റി. നമുക്ക് തോന്നുന്നത് നല്ല പ്ലേസ്മെൻറ്റ്. ലോകം എങ്ങനെയെങ്കിലും നമ്മളെ പിടിക്കുന്നത് അവരുടെ കാര്യസാധ്യത്തിനാണ്. അവരുടെ കാര്യം എങ്ങനെയെങ്കിലും നേടാൻ വേണ്ടിയാ അവർ നമ്മളെ ജോലിക്ക് എടുക്കുന്നത്. പക്ഷെ നമ്മൾ മറന്നു പോകുന്നത്, എന്നെ ഭൂമിയിൽ നിലനിർത്തിയേക്കുന്നത് വേറെ ഒരുവനാ. എനിക്ക് ജോലിയാണോ പ്രാധാന്യം, അതോ എന്നെ സൃഷ്ടിച്ചവൻ്റെ പദ്ധതിയാണോ എനിക്ക് പ്രാധാന്യമായിട്ടുള്ളത്? ആ ദൈവമല്ലേ എനിക്ക് രൂപം തന്നത്, എനിക്ക് ശ്വാസം തന്നത്. ഇപ്പം കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അമ്മച്ചി ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പം ഞങ്ങൾ ഭോപ്പാലിലായിരുന്നു. അമ്മച്ചിയുടെ അന്ത്യ നിമിഷങ്ങളിൽ ഞങ്ങളവിടെ നിൽക്കുക. ഞങ്ങളുടെ അമ്മയാ. ശരീരത്തിൽ ക്ഷീണമായി. 2-ാം തീയതി രാവിലെ 9:30 ആയപ്പോൾ തന്നെ നീണ്ട ശ്വാസം എടുക്കാൻ തുടങ്ങി. എന്തോ ചെയ്യാനൊക്കും? 11:20 ആയപ്പോഴത്തേക്ക് വാ അടച്ചു പോയി. എന്തോ ചെയ്യാനൊക്കും? ഞാനീ പറയുന്നത്, കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ എനിക്കും ഒരു ദിവസം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടണം. ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടണം. എന്നെ സൃഷ്ടിച്ചവൻ്റെ മുമ്പേ നിന്ന് എനിക്ക് കണക്ക് കൊടുക്കേണ്ടതാ. ഞാൻ എൻ്റെ മക്കളെ നല്ല സ്ഥാനത്തിലാക്കി പറഞ്ഞിട്ട് കാര്യം നടക്കത്തില്ല. ഞാനിവിടെ കുറേ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കി പറഞ്ഞിട്ട് കാര്യം നടക്കത്തില്ല. നിന്നെ സൃഷ്ടിച്ചത് എന്തിന്? നിന്നെ ഞാൻ എൻ്റെ സാദൃശ്യവും സ്വരൂപത്തിൽ സൃഷ്ടിച്ചത് എന്തിന്? സോ ഇവിടെ നമ്മൾ ഈ വചനം ശ്രദ്ധിക്കുമ്പോൾ എൻ്റെ ജീവിതം ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് കാരണമാകണമെങ്കിൽ, മഹത്വം പറഞ്ഞാൽ വലിയ മെഴ്സിഡീസ് വണ്ടിയും വലിയ വീടല്ല, എൻ്റെ നടപ്പ്, എൻ്റെ ചിന്തിക്കുന്ന രീതി, എൻ്റെ വ്യക്തിത്വം. നല്ല ഉടുപ്പല്ല വിഷയം,
ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇംഗ്ലണ്ടിൽ ചെന്നപ്പോൾ അവിടെ ഒരു സഹോദരൻ, നമ്മുടെ ഒരു വിശ്വാസി സഹോദരനാണ്, നല്ല വിലയുള്ള വണ്ടി മേടിച്ചു. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ക്രൂശ് അവനകത്ത് തൂക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, സഹോദര നീ എന്തിനാ ഈ ക്രൂശ് ഇതിൻ്റെ തൂക്കി വെച്ചേക്കുന്നേ? പാസ്റ്ററേ, മറ്റോരും കാണട്ടെ നമ്മൾ ക്രിസ്ത്യാനികളുടെ കയ്യിലും വിലയുള്ള എന്തുകൊണ്ട് വണ്ടിയുണ്ട്. അവൻ റോയൽസ് റോയ്സിയാ ഓടിക്കുന്നത്, നമ്മുടെ ഇവിടെ ടൊയോട്ട, അതിനകത്ത് എന്തോ തൂക്കി വെച്ചേക്കുക, ഒരു ക്രൂസ്. ഇത് കാണിച്ചോണ്ടാണോ നമ്മൾ നടക്കേണ്ടത്? ലോകത്തിൻ്റെ കയ്യിൽ നമ്മളെക്കാട്ടും അധികം എന്തോ ഉണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അംബാനി, ഞാൻ വണ്ടി ഓടിച്ചാ വന്നത്, അംബാനിക്ക് സ്വന്തം പ്ലെയിനാ. ലുലു മോളുടെ ഉടമസ്ഥനെ കുറിച്ച് അറിയാമല്ലോ. വീട്ടിൽ നിന്ന് രാവിലെ പോകുന്നത് എങ്ങനെയാ? ഹെലികോപ്റ്ററിലാണ് പോകുന്നത്. എൻ്റെ സമ്പത്ത് കാണിച്ചാൽ അവരെ എനിക്ക് നേടാൻ ഒക്കത്തില്ല. എൻ്റെ വസ്ത്രം കീറിയതാണെങ്കിലും, എൻ്റെ അക്കൗണ്ടിൽ 5 പൈസ ഇല്ലെങ്കിലും, എൻ്റെ ആ നടപ്പ് കാണുമ്പോൾ അദ്ദേഹം പറയേണ്ടത് എൻ്റെ ധനം, എൻ്റെ ബലം, എൻ്റെ പഠിത്തം കൊണ്ട് പ്രയോജനം എന്താ? ഇവൻ്റെ നടപ്പ് നോക്കിക്കേ. സോ എൻ്റെ ജീവിതം ഇവരുടെ മുമ്പേ ദൈവനാമത്തിൻ്റെ മഹത്വത്തിനാകേണ്ടതാണെങ്കിൽ അതിന് ഞാൻ ശ്രദ്ധിക്കേണ്ട വിഷയം, എൻ്റെ സൃഷ്ടിതാവുമായിട്ടുള്ള എൻ്റെ ബന്ധം എങ്ങനെ? അതാ മെയിൻ. ആരാധിക്കാനല്ല സൃഷ്ടിച്ചത്, ദൈവമായിട്ടുള്ള എൻ്റെ ബന്ധം എങ്ങനെ? ഇവിടെ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ആ ദൃശ്യം നമ്മൾ നോക്കിയാൽ, മനുഷ്യനെ തോട്ടത്തിലാക്കി. നമ്മൾ ഈ കഥകളെല്ലാം വായിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഗൗരവമായി നമ്മൾ അതിൻ്റെ ആ ഗൗരവം നമ്മൾ നോക്കിയാൽ, അതിൻ്റെ സീരിയസ്നെസ് നോക്കിയാൽ, ഇവനെ ഈ തോട്ടത്തിൽ എന്തിനാ ആക്കുന്നത്? ഇവനെ എന്താ ദൈവം തൻ്റെ സാദൃശ്യവും സ്വരൂപത്തിൽ സൃഷ്ടിക്കുന്നത്? അവിടെ ആക്കിയത് എന്തിനാ? ദൈവമായിട്ട് എന്തോ വേണം? ഒരു ബന്ധം വേണം. പക്ഷേ ഈ ബന്ധം നമ്മൾ പറയുമ്പോൾ ആ ബന്ധത്തിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. എക്സാമ്പിൾ, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ മുന്നോട്ട് വരാമോ? ഞാൻ ദൈവം എക്സാമ്പിളാ. ഞാൻ നിത്യനാ, എനിക്ക് ഒരു വ്യത്യാസം ഒരിക്കലും വരുത്തില്ല. സർവശക്തൻ, സർവജ്ഞാനി, എനിക്ക് ഈ മനുഷ്യൻ്റെ ആവശ്യമില്ല. ഈ മനുഷ്യൻ്റെ ഇതെൻ്റെ സൃഷ്ടിയാണ്. എന്നിലുള്ള ഈ 5 ഗുണങ്ങൾ ഇവനിൽ ഒരിക്കലും ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ദൈവം. മനസ്സിലാകുന്നുണ്ട്? ഞാൻ ദൈവമല്ല. ഞാൻ പിന്നെയും പറയുന്ന എക്സാമ്പിൾ. എനിക്ക് ഈ മനുഷ്യൻ്റെ ഒരു ആവശ്യവും ഇല്ല. ഇന്ന് നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ആവശ്യം ദൈവത്തിനില്ല. എല്ലാം മനസ്സിലാകുന്നുണ്ടോ? എൻ്റെ ഒരാവശ്യവും ദൈവത്തിനില്ലെന്നേ. ഞാനാ ഈ മനുഷ്യനെ ഇവനെ സൃഷ്ടിക്കുന്ന ഒരു തുടക്കം ഇടുന്നത്. പക്ഷേ മനുഷ്യനെ ഉണ്ടാക്കുമ്പോൾ എൻ്റെ സാദൃശ്യവും സ്വരൂപം പറയുമ്പോൾ ബാഹ്യമായിട്ടുള്ളതല്ല, അകത്ത് കൊടുത്തേക്കുന്ന ആ വ്യക്തിത്വം. നമ്മൾ മുമ്പേ പഠിച്ച വിഷയങ്ങളാണ്, പ്രാണനും ആത്മാവ് ഇതെല്ലാം ഉണ്ടല്ലോ. സോ ഈ സാദൃശ്യവും സ്വരൂപം കൊടുത്തത് എന്തിന്? ബാക്കി സൃഷ്ടിയിൽ ഞാൻ മൃഗങ്ങൾക്ക് ആർക്കും ഈ പ്രത്യേകത ഇല്ല. ഈ പ്രത്യേകത ഇട്ടാ ഞാൻ ഈ മനുഷ്യനെ ഉണ്ടാക്കിയത്. എനിക്കൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി പറഞ്ഞാൽ എൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാ ഉണ്ടാക്കിയത്. ഈ മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയല്ല. സോ എൻ്റെ ആഗ്രഹം ഏതായിക്കോട്ടെ, ദൈവത്തിന് അതൊരു വിഷയവും അല്ല. നമ്മൾ മനസ്സിലാക്കണം. ഇത് ഞാൻ
നരേന്ദ്രമോദിയെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയോ അല്ല ഡൊണാൾഡ് ട്രംപ് പോലല്ല നിങ്ങളുടെ വോട്ട് കിട്ടിയിട്ട് ഞാൻ ദൈവമായത്. മനസ്സിലാകുന്നുണ്ടല്ലോ? സോ ഞാൻ ഈ മനുഷ്യനെ സൃഷ്ടിക്കുന്നത് എൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനാണ്. അതിൻ്റെ അപ്പുറം വേറെ ഒന്നുമില്ല. നീ എത്ര പ്രാർത്ഥിച്ചാലും എത്ര ഭക്തി ചെയ്താലും എന്തോ ചെയ്താലും നിന്നെ സൃഷ്ടിച്ചേക്കുന്ന എന്തിനാ? എൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന്. അതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ എൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് ഞാൻ സൃഷ്ടിക്കുമ്പോൾ സ്വന്തം സാദൃശ്യം സ്വരൂപം പറയുമ്പോൾ കൈനീട്ടിക്കേ, നമ്മൾ തമ്മിൽ ഒരു ബന്ധമുണ്ട്. ഈ കൈ ശ്രദ്ധിച്ചോണം. ബന്ധം പറയുമ്പോൾ ഇങ്ങനത്തെ ബന്ധമല്ല, ഇങ്ങനത്തെ ബന്ധമാണ്. വ്യത്യാസമുണ്ട് രണ്ടിലും. അതിന് മനസ്സിലാക്കി തരാൻ ഒരു ഉദാഹരണം. എൻ്റെ മോൻ ഇവിടെ ഉണ്ട്, എൻ്റെ ഭാര്യ ഇവിടെ ഉണ്ട്. ഈ രണ്ട് വ്യക്തികളുമായിട്ടുള്ള എൻ്റെ ബന്ധം ഒരുപോലല്ല. അതെൻ്റെ മോനാ. ഞങ്ങളിൽ നിന്ന് ജനിച്ചതാ. പക്ഷെ ഇവിടെ ഇരിക്കുന്നത് എൻ്റെ ഭാര്യയാണ്. ഭാര്യയുമായിട്ടുള്ള ബന്ധം ഇങ്ങനത്തേതാ. ഒരു കരാറിൽ ഉപ്പിട്ടതാ നമ്മൾ. ഞാൻ തെറ്റായിട്ടുള്ള വാക്ക് ഉപയോഗിച്ചാൽ കറക്ഷൻ ചെയ്യണം. ഇതൊരു എഗ്രിമെൻ്റാ. ഞാനും ഭാര്യ തമ്മിലുള്ള ബന്ധം എങ്ങനാ? കല്യാണ ശുശ്രൂഷ പറയുമ്പോൾ അതിൽ ചില കാര്യങ്ങളുണ്ടല്ലോ. എൻഗേജ്മെൻ്റ് ഉണ്ടല്ലോ. എൻഗേജ്മെൻ്റ് എന്താ മലയാളം? അല്ല, എൻഗേജ്മെൻ്റ് അതിൻ്റെ മുമ്പേ ഉറപ്പ്, നിശ്ചയം. ആദ്യമേ ചെറുക്കനും പെണ്ണ് അവരുടെ സമ്മതം കാണിച്ചു, കുടുംബക്കാർ സമ്മതം കാണിച്ചു, സഭ അവരുടെ സമ്മതം തന്നു. അത് കഴിഞ്ഞിട്ട് ഒരു നിശ്ചയമുണ്ട്. അതിലും കടലാസിൽ സൈൻ ചെയ്യുമല്ലോ. അത് കഴിഞ്ഞിട്ട് കല്യാണ ശുശ്രൂഷയിൽ പ്രസംഗം എല്ലാം കഴിഞ്ഞിട്ട് രണ്ടുപേരെ നിർത്തി പാസ്റ്റർ ചോദിക്കുമല്ലോ, നിന്റെ അടുത്ത് നിൽക്കുന്ന ഈ പുരുഷൻ അല്ലെങ്കിൽ ഈ സ്ത്രീനെ നിന്റെ ഭാര്യ അല്ലെങ്കിൽ നിന്റെ ഭർത്താവായി സ്വീകരിക്കാൻ സമ്മതം ആണോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെയാ ഇത് കൈ പിടിച്ചിട്ട് വചനത്തിൻ്റെ ആധാരത്തിലാ ഇനി എന്തോ ചെയ്യുന്നേ? സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. വാഗ്ദത്തമല്ല, സത്യപ്രതിജ്ഞ. ഇതിൻ്റെ ആധാരം ദൈവവചനമാണ്. ഇത് ഭാര്യയെ ഭർത്താവിൻ്റെ അടിമയാകുകയല്ല, ഒരു സത്യപ്രതിജ്ഞയാണ്. ഇതൊരു കരാറാ. അതുകൊണ്ട് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് വാക്കുകളെല്ലാം പറഞ്ഞു കഴിഞ്ഞ് കടലാസിൽ എന്തോ ചെയ്യേണ്ടിയേ? ആരൊക്കെ ചെയ്യണം? മണവാളനും മണവാട്ടി, 2 സാക്ഷികളും, പിന്നെ കല്യാണം നടത്തിയ അതിൽ സൈൻ ചെയ്ത് സീൽ ചെയ്യുന്നത്. കാരണം ഇതൊരു കരാറാ. നല്ലപോലെ മനസ്സിലാക്കണം. ഇത് ഇങ്ങനത്തെ ബന്ധമല്ല. ഞാനും മോൻ ഞങ്ങളൊരു കടലാസ് സൈൻ ചെയ്തിട്ടില്ല, സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ല. പക്ഷെ ഞാനും എമി ഞങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തവരാ. അതിൻ്റെ അർത്ഥം 2 പേർക്കും ഇതിൽ ഉത്തരവാദിത്വമുണ്ട്. ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്തില്ലെങ്കിൽ ഈ കരാർ അവിടെ അവസാനിക്കും. ഈ കരാർ തുടരാൻ ഒക്കത്തില്ല. ഈ കരാർ തുടരണമെങ്കിൽ, ഈ ബന്ധം തുടരണമെങ്കിൽ 2 പേരും അവർ ചെയ്യേണ്ടിയ കടമകൾ ചെയ്തിരിക്കണം. നല്ലപോലെ നമ്മൾ മനസ്സിലാക്കണം. ഇതാ കല്യാണം, കരാറാ. എപ്പം വേണമെങ്കിലും ഒരാൾക്ക് പറയാം, എപ്പം വേണമെങ്കിലും ഒരാൾക്ക് പറയാം, എനിക്ക് ഈ ബന്ധം വേണ്ട, എനിക്ക് വേണ്ട. നിർബന്ധമല്ല. നമ്മൾ ചിലർ ചിന്തിച്ചേക്കുന്നത് ഒരു പ്രാവശ്യം ഈ കരാർ ചെയ്താൽ ഇത് ഒരിക്കലും
എന്തോ ചെയ്യാനൊക്കത്തില്ല? എന്തോ ചെയ്യാനൊക്കത്തില്ല? പക്ഷെ ഓർക്കണം, ഇതെപ്പം വേണമെങ്കിലും നമ്മൾ കല്യാണത്തിൻ്റെ ഒടുവിൽ പറയാറുണ്ട്, മരണം കൂടാതെ, അത് പറയാറുണ്ട്. പക്ഷെ ഇതെപ്പം വേണമെങ്കിലും ഈ കരാർ എന്തോ ചെയ്യാം? ഇതിന്ന് മാറാം. ഇത് അടിമയല്ല. ഈ വചനത്തിൻ്റെ ആധാരത്തിൽ നിന്ന് മാറിയോ, ഈ കരാർ അവിടെ അവസാനിക്കും. ഞാനിത് പറയുന്നത് എന്തിന്? ഇതൊരു നിഴലാണ്. ഞാനും ദൈവം തമ്മിലുള്ള ബന്ധം ഇങ്ങനെയല്ല, ഇതിങ്ങനെയാ. ഞാനാ നിന്നെ സൃഷ്ടിച്ചത് എൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയാ. ഞാൻ പറയുന്ന പോലെ അനുസരിച്ചാൽ നമുക്ക് തുടരാം. പൂർണ്ണ അനുസരണം വേണം. ആ വൃക്ഷങ്ങൾ നട്ടിട്ടുണ്ട്, അതിൽ നന്മയും തിന്മയുടെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നുന്ന നാളിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം അവസാനിക്കും. അതാ ഈ ബന്ധം. ഞാൻ ഈ സഹോദരനെ നിർത്തി നിങ്ങളുടെ മുമ്പേ ഈ പറയുന്നത്, നമ്മൾ ചിലപ്പം ചിന്തിച്ചേക്കുന്നേ, ദൈവമായിട്ടുള്ള ബന്ധത്തിന് നമ്മൾ അത്രയും മഹത്വം കൊടുക്കുന്നില്ലല്ലോ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, സ്തോത്രാഴ്ചയും കൊടുക്കുന്നുണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് ദൈവാത്മാവ് ചോദിക്കുന്നേ, ഇതെങ്ങനെ? എനിക്ക് നിന്റെ പാട്ട് വേണ്ട, നിന്റെ പ്രാർത്ഥനയും വേണ്ട. ഞാൻ സർവശക്തനായ ദൈവമാ, നിന്നെ ഞാൻ എൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി സൃഷ്ടിച്ചതാ. പക്ഷെ നമ്മൾ തമ്മിലുള്ള ബന്ധം എങ്ങനെ? പൂർണ്ണ അനുസരണം ഉണ്ടോ? ഇതിനാ നമ്മൾ എന്തോ കൊടുക്കേണ്ടത്? മഹത്വം. സോ നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ തന്നെ ശോധന ചെയ്യേണ്ടിയ വിഷയം, ഞാനും ദൈവം തമ്മിലുള്ള ബന്ധം എങ്ങനെ? ഈ ബന്ധം നല്ല ബന്ധമാണെങ്കിൽ ആ സന്തോഷം അനുഭവിക്കും. ജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ വന്നാൽ ഉറുകുറുക്കത്തില്ല, സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നേ. ഈ ഭാരപ്പെടുന്ന വ്യാകുലപ്പെടുന്നതെല്ലാം എന്തിനാ? ഈ ബന്ധത്തിന് എന്തോ വന്നിട്ടുണ്ട്? ക്ഷീണം വന്നിട്ടുണ്ട്. അതുകൊണ്ടാ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആ സന്തോഷം അനുഭവിക്കാൻ കഴിയാത്തത്. ഞാൻ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, ദൈവത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഈ ബന്ധം എങ്ങനെ? ആ സ്വർഗീയ സന്തോഷം ഞാൻ അനുഭവിക്കുന്നുണ്ടോ? ഒന്നിരുന്നേ. ആ പ്രത്യാശയുള്ളവനാണോ? ഞാൻ ദൈവശബ്ദം കേൾക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നുണ്ടോ? ഇത് ഞാൻ എന്നെ തന്നെ ശോധന ചെയ്യേണ്ടതാ. നമ്മൾ ദൈവവചനം മുഖാന്തരം ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാറുണ്ട്, കർത്താവിൻ്റെ ദാസന്മാർ മുഖാന്തരം നമ്മൾ കേൾക്കാറുണ്ട്, സാഹചര്യങ്ങൾ മുഖാന്തരം നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ ഒരു ചോദ്യം, നേരിട്ട് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന പോലെ സർവശക്തനായ ദൈവത്തിൻ്റെ ശബ്ദം നേരിട്ട് കേട്ടിട്ടുണ്ടോ? അഥവാ കേട്ടിട്ടില്ലെങ്കിൽ അതെന്തുവാ വെളിപ്പെടുത്തുന്നത്? തകരാറുണ്ട്. ദൈവമായിട്ടുള്ള ബന്ധത്തിന് എന്തോ ഉണ്ട്? എൻ്റെ പിതാവായിരിക്കുമ്പോൾ എന്നോട് നേരിട്ടില്ലയോ സംസാരിക്കേണ്ടത്? ആ ദൈവശബ്ദം നേരിട്ട് കേൾക്കാനുള്ള ആ ആഗ്രഹം. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുക. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ജമ്മുവിൽ പോയപ്പം അവിടെ ഞങ്ങളുടെ സഹോദരൻ്റെ കൂടെ സിറ്റിയുടെ അകത്തൂടെ ഞങ്ങൾ പോകുമ്പോൾ അവിടെ ആ ഡോഗ്ര ഹാൾ പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. എനിക്ക് ഒരിക്കലും മറക്കാൻ ഒക്കത്തില്ല. ഏപ്രിൽ 9 1989 രാവിലെ ഒരു 11 മണിക്ക് ആ ഹാളിലാണ് ഞങ്ങളുടെ കൺവെൻഷൻ നടന്നുകൊണ്ടിരുന്നത്. ദൈവശബ്ദം, ദൈവവേലയ്ക്ക് ഇറങ്ങാനുള്ള ദൈവശബ്ദം സ്പഷ്ടമായി കേട്ടത്. പാസ്റ്റർ മുഖാന്തരമല്ല, ഞാനൊരു സ്വപ്നമല്ല കണ്ടത്, നേരിട്ട് ആ ശബ്ദം കേട്ടത് വേലയുടെ വിഷയത്തിൽ. ബാക്കി എത്ര അവസരങ്ങളുണ്ട്, ഓരോ ദിവസവും ദൈവം എന്നോട് എന്തോ ചെയ്യുന്നുണ്ട്,
ഞാൻ കേൾക്കുന്നുണ്ട്. ആ ദൈവശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ നടപ്പിനും നമ്മുടെ ചിന്തയ്ക്കെല്ലാം എന്തോ വരും? ഒരു വ്യത്യാസം വരുന്നേ. നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്നവർ നമ്മൾ തന്നെ ഒന്ന് ശോധന ചെയ്തേ. ദൈവശബ്ദം നേരിട്ട്, ഞാൻ ഒന്നുകൂടെ പറയുന്നേ, പാസ്റ്റർ മുഖാന്തരമല്ല, വചനം വായിക്കുമ്പോൾ അല്ല, സ്വപ്നത്തിലല്ല, പ്രവചനത്തിലല്ല, നേരിട്ട് ആ സാമുവൽ ബാലൻ ഒരു സ്വപ്നമല്ല കണ്ടത്. 4 പ്രാവശ്യം സാമുവലേ സാമുവലേ അവൻ ശബ്ദം കേട്ടതാ. മോശ ഒരു സ്വപ്നം കണ്ടിട്ടല്ല ഇറങ്ങിയത്. ആ മുൾപ്പടർപ്പിൽ അവൻ്റെ പേര് വിളിക്കുന്ന അവൻ നേരിട്ട്. ഇന്ന് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ദൈവശബ്ദം നേരിട്ട് കേൾക്കുന്നില്ലെങ്കിൽ നടക്കാൻ കഴിയത്തില്ലെന്നേ. ജീവിതത്തിൽ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ എല്ലാം ഉണ്ടെങ്കിലും നമ്മളെ നടത്തുന്നത് ആ ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ട്. ഞാനും ദൈവം തമ്മിലുള്ള ബന്ധത്തിന് ഒരു ക്ഷീണമില്ല. ആ ബന്ധം കാത്താൽ മാത്രമേ നമുക്ക് ഈ ഭൂമിയിൽ ഇന്ന് ജീവിക്കാൻ കഴിയത്തുള്ളൂ. സാമുവേൽ ദൈവശബ്ദം കേട്ടല്ലോ. അബ്രഹാം ദൈവത്തിൻ്റെ മുമ്പേ ഇരുന്നല്ലോ. ദൈവശബ്ദം കേട്ടിട്ടില്ലയോ നടന്നത്? സോ ഞാൻ ആ ദൈവശബ്ദം നേരിട്ട് എന്താ കേൾക്കാത്തത്? ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം, പക്ഷെ നമ്മൾ അതിനെ ചിലപ്പോൾ എന്തോ കൊടുത്തിട്ടില്ല, ശ്രദ്ധ കൊടുത്തിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണമായി പറയാ. ഇപ്പം നിങ്ങളുടെ തൃശ്ശൂരിലെ കളക്ടർ, എനിക്കൊരു ഫോൺ വന്നു, മിസ്റ്റർ മാത്യു ആണോ? ഞാൻ പറഞ്ഞു അതെ. നിനക്ക് എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ പറയാം ഹു ആർ യു? പറയാം ഞാൻ തൃശ്ശൂരിലെ കളക്ടറാ. നിനക്ക് ഓർമ്മയില്ലയോ? ശബ്ദം കേട്ട് വല്ല പിടി കിട്ടിയോ? ഞാൻ പറഞ്ഞു മാത്യു, ഞങ്ങൾ ഒന്നിച്ച് ഉധംപൂരിൽ ആർമി സ്കൂളിൽ പഠിച്ചതാണ്. നിനക്ക് ഓർമ്മയുണ്ടോ? ഞാൻ പറയാം ആർമി സ്കൂളിൽ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചത്. ഏത് ക്ലാസ്സാ? 12th നമ്മൾ ഒന്നിച്ച് പഠിച്ചതാ. അപ്പം എനിക്ക് ഓർമ്മ വരുമല്ലോ ആരൊക്കെയാ. അതിൽ ഞാൻ ഇതാ എൻ്റെ പേര്. അന്നേരം ഞാൻ ഉടനെ തന്നെ എന്തുമായിരിക്കും പറയുന്നത്? എക്സാമ്പിളാണ് പറയുന്നത്. നിങ്ങൾ ചിന്തിക്കല്ല ഇവിടുത്തെ കളക്ടർ എൻ്റെ ക്ലാസ്മേറ്റാണ്. ഉദാഹരണം പറയാ. ഞാൻ പറയാം സന്ദീപ്, നീ തൃശ്ശൂരിലെ കളക്ടറാണോ? അതെ. അന്നേരം എൻ്റെ മനസ്സിൽ എന്തുമായിരിക്കും വരുന്നത്? ഞാൻ അവനെ കളക്ടർ വിളിക്കത്തില്ലല്ലോ. ഞാൻ എന്തുമായിരിക്കും വിളിക്കുന്നത്? സന്ദീപേ, ഞാൻ നിന്നെ ഒന്ന് കാണാൻ വരട്ടെ, ഒത്തിരി നാളായല്ലോ. നിങ്ങൾ അദ്ദേഹത്തെ കളക്ടറായിട്ട് നോക്കുമ്പോൾ ഞാൻ എങ്ങനെയാ നോക്കുന്നത്? എൻ്റെ ക്ലാസ്മേറ്റാ. എൻ്റെ ചിന്തയ്ക്ക്, എൻ്റെ നടപ്പിന് വ്യത്യാസം വരുമോ? ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഇത് കളക്ടർ. അങ്ങനെയാണെങ്കിൽ ഞാൻ കേൾക്കുന്ന ശബ്ദം കേരളത്തിലെ മുഖ്യമന്ത്രി അല്ല, ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്റർ അല്ല, എന്നെ സൃഷ്ടിച്ചവൻ്റെ ആ ശബ്ദം ഞാൻ കേൾക്കുമ്പോൾ എൻ്റെ നടപ്പിന് ആ വ്യത്യാസം കാണും, എൻ്റെ ചിന്തയ്ക്ക് വ്യത്യാസം കാണും. പിന്നെ എനിക്കുള്ള വിഷയങ്ങൾ ഒരു വിഷയമേ അല്ല. ആണോ? സോ നമ്മൾ ഈ വചനം ധ്യാനിക്കുമ്പോൾ, കർത്താവേ, ഈ ബന്ധത്തിനല്ലയോ നീ എന്നെ സൃഷ്ടിച്ചത്? തൻ്റെ സാദൃശ്യവും സ്വരൂപത്തിലയോ എന്നെ സൃഷ്ടിച്ചത്? എനിക്ക് നിന്റെ ശബ്ദം കേൾക്കണം. എനിക്ക് നിന്റെ ശബ്ദം നേരിട്ട് കേൾക്കണം കർത്താവേ. നീ അബ്രഹാമിനോട് സംസാരിച്ച മാത്രമല്ല, ദാവീദിനോടല്ല, സാമുവേലിനോട് സംസാരിച്ച ഞാൻ വായിച്ചിട്ടുണ്ട്. എനിക്ക് നിന്റെ ശബ്ദം നേരിട്ട് കേൾക്കണം. ഞാൻ നിന്റെ പൈതല. നിന്റെ വചനത്തിൽ നീ എഴുതി തന്നിട്ടുണ്ട്. നിന്റെ വിളി, നിന്റെ തെരഞ്ഞെടുപ്പ് ഒന്ന് ഉറപ്പാക്കണം കർത്താവേ. ഞാൻ നിന്നോട് ഒത്തിരി പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടുണ്ട്.
പക്ഷെ എനിക്ക് നിന്റെ ശബ്ദം ആഗ്രഹമുണ്ടെങ്കിൽ സംസാരിക്കുമോ? പറഞ്ഞേ. ചെറിയ ബാലൻ സാമുവേൽ, അവന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയത്തില്ല. അവൻ രാത്രി കേൾക്കുന്ന ശബ്ദം, സാമുവേലേ സാമുവേലേ. ബാലൻ ചിന്തിച്ചത് പുരോഹിതനാ വിളിക്കുന്നത്. അവിടെ ആലയമുണ്ട്, മഹാപുരോഹിതനുണ്ടെങ്കിലും ശബ്ദം കേൾക്കുന്നത് ആര്? ആ ചെറിയ ബാലൻ. സോ ഇന്ന് ഈ രണ്ടാമത്തെ സെഷനിൽ നമ്മൾ ഈ നോട്ട് എഴുതാനല്ല ഞാൻ പിന്നെയും പറയുന്നത്. എന്നെ സൃഷ്ടിച്ചത്, ആദാമും ഹവ്വയെ സൃഷ്ടിക്കുന്നത് എന്തിനാ? ഈ ബന്ധത്തിന്. ഇതൊരു കരാറ. ബന്ധം പറയുമ്പോൾ എങ്ങനത്തെ ബന്ധമാ? ഒരു കരാറ. ഞാനും എമി, ഞാൻ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ 34 വർഷം മുമ്പേ ഞങ്ങൾ ഒരു കരാറിൽ സൈൻ ചെയ്തു. ഈ കരാർ പറയുമ്പോൾ അതിൻ്റെ തന്നെ ഗൗരവം ഞാൻ മനസ്സിലാക്കണം. ആദാമിനോട് ദൈവം ആ കൈ നീട്ടി പറയുന്നത്, ഞാൻ പറയുന്നതെല്ലാം എന്തോ ചെയ്തോണം? അനുസരിച്ചോണം. ഒന്ന് നിന്നേ. എൻ്റെ ജീവിതത്തിൽ പൂർണ്ണ അനുസരണമുണ്ടോ? ദൈവമായിട്ടുള്ള ആ ബന്ധത്തിൽ ഞാൻ തുടരണമെങ്കിൽ കണ്ടീഷൻ എന്താ? പൂർണ്ണ അനുസരണം. ആ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കാൻ പാടില്ല. പക്ഷെ മനുഷ്യൻ എന്തോ ചെയ്തു? ആ കൽപ്പന, അതോടുകൂടി ആ ഉടമ്പടി എന്തോ ചെയ്തു? അതോടുകൂടി ആ ഉടമ്പടി ലംഘിച്ചുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തോ വന്നു? ശാപം, മരണം, ദൈവത്തിൻ്റെ ന്യായവിധി. കാരണം ആ കൽപ്പന എന്താ ചെയ്യുക? സോ ഞാൻ ഇന്ന് രാവിലെ നമ്മളിപ്പം പിന്നെയും പ്രാർത്ഥിക്കാൻ പോവുക. ആദ്യത്തെ സെഷനിൽ നമ്മൾ ശ്രദ്ധിച്ചത് എൻ്റെ വിളി. രണ്ടാമത്തെ സെഷനിൽ ദൈവമായിട്ടുള്ള ഈ ബന്ധം ഒരു കരാറ. ആ കരാറിൽ തുടരണമെങ്കിൽ ജീവിതത്തിൽ എന്തോ വേണം? പൂർണ്ണ അനുസരണം വേണം. ദൈവം എന്തോ പറയുന്നു, അതിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ നമുക്കെന്തോ ഇല്ല, ഒരു അവകാശവും ഇല്ല. ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത് ഒരു തെറ്റ് ചെയ്തതേ ഉള്ളൂ. ഒരു തെറ്റ്. സൃഷ്ടിച്ചവൻ തന്നെ മനുഷ്യനെ എന്ത് ചെയ്യുക? ശപിക്കുക. ഇന്ന് രാവിലെ നമ്മൾ ഇന്ന് ഉച്ച സമയത്തായിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ശാപമുണ്ടോ? സാത്താനല്ല ശപിക്കുന്നത്, സൃഷ്ടിച്ച ആ ദൈവമാ. നമ്മൾ നല്ലപോലെ മനസ്സിലാക്കണം, ശാപം ഒരു യാഥാർത്ഥ്യമാ, ഒരു തോന്നലല്ല. ദൈവഹിതത്തിൽ നിന്ന് അങ്ങോട്ട് മാറിയാൽ സ്പഷ്ടമായി ശാപം വീഴും. ഒരു വിട്ടുവീഴ്ചയുമില്ല. നമ്മൾ ചിന്തിച്ചേക്കുന്ന ദൈവം ക്ഷമയുള്ളവനാ, സ്നേഹിക്കുന്നവനാ. നമ്മൾ എന്തോ ചെയ്താലും നമുക്ക് ദീർഘക്ഷമയുള്ളവനായതുകൊണ്ട് നമ്മൾ എത്ര തെറ്റ് ചെയ്താലും നമുക്ക് എന്തോ തന്നുകൊണ്ടിരിക്കും? അവസരങ്ങൾ തന്നുകൊണ്ടിരിക്കും എന്നാ പറഞ്ഞുകൊണ്ട് നമ്മൾ നടക്കുന്നത്. ആദാമിന് അവസരം കൊടുത്തില്ലല്ലോ. ആദാമിന് അവസരം കിട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്കെങ്ങനെ? ആദാമും നമ്മുടെ പോലത്തെ ഒരു മനുഷ്യനാ. ഞാൻ ചിന്തിച്ചേക്കുന്ന ആദാമിന് അവസരം കിട്ടിയില്ലെങ്കിൽ ക്രിസ്തു ക്രൂശി മരിച്ചുകൊണ്ട് എനിക്ക് എന്തോ കിട്ടും? അവസരങ്ങൾ കിട്ടുന്നേ. അതാ നമ്മുടെ ചിന്ത. അതുകൊണ്ടാണ് നമ്മൾ ഈ ദൈവമായിട്ടുള്ള ബന്ധത്തിന് അത്രയും ഗൗരവം കൊടുക്കുന്നില്ല. ഇതൊരു കരാറ, ഉടമ്പടിയ. അതിൽ ദൈവത്തിനും ഭാഗമുണ്ട്, മനുഷ്യനും എന്തുണ്ട്? നീ അനുസരിച്ചാൽ നിനക്ക് നിത്യജീവൻ. ഏദൻ തോട്ടത്തിൽ തന്നെ ജീവന്റെ വൃക്ഷമുണ്ടല്ലോ. നന്മ തിന്മയുടെ വൃക്ഷം മാത്രമല്ല, ജീവന്റെ
മനുഷ്യന് വേണമെങ്കിൽ, ആദാമിന് വേണമെങ്കിൽ ആ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കേണ്ടി വല്ല ആവശ്യം വരുമോ? ക്രിസ്തുവിൻ്റെ ആവശ്യം വരുമോ? യാഗങ്ങൾ അർപ്പിക്കേണ്ട ആവശ്യം വരുമോ? ഇതൊന്നിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ. ആദാമേ, നിനക്ക് വീഴാതിരിക്കാൻ കഴിയുമായിരുന്നല്ലോ. സത്യമാണോ? നിനക്ക് വീഴാതിരിക്കാൻ കഴിയുമായിരുന്നു. നിന്റെ കൂടെ എല്ലാ ദിവസവും സന്ധ്യാസമയത്ത് നിന്നെ ഉണ്ടാക്കിയവൻ എന്തോ ചെയ്യുന്നുണ്ടായിരുന്നു? നിന്റെ കൂടെ നടക്കാൻ വരുമായിരുന്നല്ലോ. എല്ലാ ദിവസവും വരുന്നുണ്ടായിരുന്നല്ലോ. ഒരു യാഗവും അർപ്പിക്കേണ്ട ആവശ്യമില്ല. സ്നേഹിതന്മാരായിട്ടാണ് രണ്ടുപേരും നടന്നത്. ഏദൻ തോട്ടത്തിൽ ഒരു കരച്ചിലുമില്ല, ഒരു ഞെരുക്കമില്ല. ഇന്ന് സൃഷ്ടി എന്തോ ചെയ്തുകൊണ്ടിരിക്കുക? ഞെരങ്ങിക്കൊണ്ടിരിക്കുക. എന്താ? ഞാനും സൃഷ്ടിതാവ് തമ്മിലുള്ള കരാർ എന്തോ ചെയ്തു? സൃഷ്ടി ഞെരങ്ങിക്കൊണ്ടിരിക്കുക. ഒന്ന് ചിന്തിച്ചേ. നമ്മളിപ്പം പ്രാർത്ഥിക്കാൻ പോകുന്നു. ഞാനും ദൈവമായിട്ടുള്ള ബന്ധത്തിനൊരു ക്ഷീണം വന്നാൽ മതി. എൻ്റെ കുടുംബത്തിന് അതിൻ്റെ ക്ഷീണം കാണുമോ? പറഞ്ഞാട്ട്. എൻ്റെ ബന്ധക്കാർക്ക് ആ ക്ഷീണം കാണുമോ? ഞാൻ താമസിക്കുന്ന ആ പട്ടണത്തിന് ആ ക്ഷീണമുണ്ടോ? ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അതിൻ്റെ ക്ഷീണമുണ്ടോ? കാരണം ഞാനും ദൈവമായിട്ട് എന്തോ വന്നു? ആ ബന്ധത്തിന് എന്തോ ഉണ്ട്? ക്ഷീണം. പറഞ്ഞാൽ നീ പറയുന്നത് അതുപോലെ തന്നെ അനുസരിക്കണോ? അതാ എൻ്റെ ചിന്ത. നീ പറയുന്ന പോലെ തന്നെ അനുസരിക്കണോ? ആരാധിച്ചാൽ മതിയല്ലോ. ഞാൻ ആരാധിക്കാം. മുങ്ങണോ? ഒരു പ്രാവശ്യം മതിയോ? ഞാൻ മുങ്ങാം. തിരുമേശയിൽ പങ്കെടുക്കണോ? ഞാൻ എടുത്തോളാം. പക്ഷെ അനുസരണത്തിൻ്റെ വിഷയം വരുമ്പോൾ അനുസരിക്കണോ? അതെ, നിന്നെ ഞാൻ ഉണ്ടാക്കിയത് നിന്റെ ഹിതത്തിനല്ല, എൻ്റെ ഹിതം ചെയ്യാമോ? ബന്ധമുണ്ട്. സ്വന്തം ഇഷ്ടം ചെയ്യണോ? ചെയ്തോ. പക്ഷെ നമ്മൾ തമ്മിൽ എന്തോ കാണത്തില്ല? ബന്ധം കാണത്തില്ല. പിന്നെ കരഞ്ഞുകൊണ്ട് വേണം നടക്കാൻ. ഒരു കാര്യം ജസ്റ്റ് ഓർമ്മിപ്പിച്ചിട്ട് പ്രാർത്ഥിക്കാം. ദൈവമായിട്ട് ആ കരാറുള്ളപ്പം ആദമും ഹവ്വ, എൻ്റെ ചിന്ത, കർത്താവ് വരുന്ന ആ സമയം നോക്കിയിരിക്കുക. പക്ഷെ ആ കൽപ്പന ലംഘിച്ചോ? ദൈവശബ്ദത്തെക്കാട്ടും മുമ്പേ ആ നടക്കുന്ന ശബ്ദം കേട്ടതേ ഉള്ളൂ. പേടിച്ചു പോയി, ഒളിച്ചിരിക്കുക. അതാ ആ ബന്ധത്തിൻ്റെ ഗൗരവം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. അടുത്ത ഒരു ബ്രേക്ക് എടുക്കാൻ പോകുന്നതിന് മുമ്പേ ഞാനും എൻ്റെ സൃഷ്ടിതാവുമായിട്ടുള്ള ആ ബന്ധം, ഞാൻ ആ ബന്ധം പറയുമ്പോൾ നിങ്ങളുടെ മുമ്പേ ഞാനും ജോമോൻ നിന്ന് കാണിച്ചല്ലോ. ഇതൊരു കരാറാ, ഇതൊരു ഉടമ്പടിയാ. ആദാമും ഹവ്വ ദൈവത്തിൻ്റെ കൂടെ ഏദൻ തോട്ടത്തിൽ നടക്കുന്നു. മരണമില്ല, വേദനയില്ല, സൃഷ്ടിക്ക് ഒരു ഞെരുക്കവും ഇല്ല, ഒരു യാഗവും അർപ്പിക്കേണ്ട ആവശ്യമില്ല, ത്രിയേകനായിട്ട് വെളിപ്പെടേണ്ട ആവശ്യവുമില്ല. ആദാമേ, ആ ജീവവൃക്ഷത്തിന്റെ ഫലം നിനക്ക് ഭക്ഷിക്കാം, എൻ്റെ കൽപ്പന അനുസരിച്ചാൽ മതി. നമ്മളെല്ലാവരും ആദാമിൻ്റെ സന്തതികൾ. കൃപയാൽ ദൈവം സഹായിച്ചാൽ നമ്മൾ പഠിക്കുന്നതായിരിക്കും. പിന്നെയും ദൈവം നമ്മളോട് ഒരു ഉടമ്പടി ക്രിസ്തു മുഖാന്തരം ഉടമ്പടി ചെയ്തല്ലോ. പക്ഷെ ഇന്ന് നമ്മൾ ഈ ഉച്ച സമയത്ത് കൃപയാൽ ആദാമിൻ്റെ കൂടെ നടന്നവൻ ആ ദൈവം തന്നെ
ഇന്ന് എൻ്റെ കൂടെ വസിക്കുന്നുണ്ട്. ഇത് പുതിയ നിയമത്തിന്റെ ഉടമ്പടിയാ. ഇതൊരു കരാറാ. ഒരു വിട്ടുവീഴ്ചയും ഇല്ല. ദൈവം ദീർഘക്ഷമയുള്ളവനാന്ന് പറഞ്ഞുകൊണ്ട് ആലസ്യമായി നടന്ന കാര്യം നടക്കത്തില്ല. ആ ബന്ധത്തിന് ക്ഷീണം വരുന്നത്. എത്ര കുടുംബങ്ങളുണ്ട് ഭാര്യയും ഭർത്താവ് തമ്മിൽ സംസാരമില്ല. ഞാനൊരു ഉദാഹരണമാ പറഞ്ഞത്. ഞാൻ പറയുന്നുണ്ട് ദൈവം എൻ്റെ കൂടെ വസിക്കുന്നു. ഒരു ചോദ്യം, ശബ്ദം കേൾക്കാറുണ്ടോ? ഇല്ല, ഞാൻ ബൈബിൾ വായിക്കുന്നുണ്ട്. അതല്ല ചോദിച്ചത്. നേരിട്ട് എൻ്റെ പിതാവിൻ്റെ ശബ്ദം ഞാൻ കേൾക്കാറുണ്ടോ? അതോ കുറെ നാളായോ നിശബ്ദം പാലിക്കുന്നത്? ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ദൈവം നേരിട്ട് എന്നോട് എന്താ സംസാരിക്കാത്തത്? ഞാനൊരു ഉദാഹരണം പറഞ്ഞല്ലോ. തൃശ്ശൂരിലെ കളക്ടർ എൻ്റെ ക്ലാസ്മേറ്റ്. ഒരു ഫോൺ വന്നതേ ഉള്ളൂ. എൻ്റെ ചിന്തയ്ക്ക് വ്യത്യാസം, എൻ്റെ നടപ്പിന് വ്യത്യാസം. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വിഷയമുണ്ട്, ഭാരപ്പെടണ, എന്നോട് പറഞ്ഞാൽ മതി, എൻ്റെ കൂട്ടുകാരനാ. അങ്ങനെയാണെങ്കിൽ സർവശക്തന്റെ ശബ്ദം ഞാൻ കേൾക്കാൻ തുടങ്ങിയാൽ ഞാൻ എത്ര പേർക്ക് ആശ്വാസത്തിന്റെ കാരണമാകാം. എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടത്തില്ലയോ? ഇസ്രായേലിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്. ദൈവം അവനിൽ പ്രസാദിക്കുന്നുണ്ട്. അവൻ ഒരാട്ടിടയനാ. വീട്ടുകാർ നോക്കുമ്പോൾ അവൻ പുച്ഛം. പക്ഷെ സർവശക്തൻ നോക്കുമ്പോൾ എൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു വ്യക്തിയായത്. ഹല്ലേലൂയ. ദൈവമായിട്ടുള്ള അടുപ്പമുള്ള ദാവീദയുടെ എഴുതിയ സങ്കീർത്തനങ്ങളില്ലയോ നമ്മൾ പാടുന്നത്? ഓരോ സങ്കീർത്തനങ്ങളുടെ വാക്കുകൾ എൻ മനമേന്ന് ദാവീദ് എഴുതുമ്പോൾ ദാവീദ് ദൈവത്തെ എങ്ങനെ നോക്കി? ദാവീദും ദൈവമായിട്ടുള്ള ബന്ധത്തെക്കാട്ടും ഉയർന്ന ബന്ധമില്ലയോ ദൈവം കൃപയാൽ നമുക്ക് തന്നിരിക്കുന്നത്? ഏത് വിഷയമായിക്കോട്ടെ, ഞാൻ എൻ്റെ പിതാവിനോട് സംസാരിച്ചോളാം. ഞാൻ പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, എനിക്ക് ഉത്തരവും നൽകുന്നവനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര ഉയർന്ന വിളിയാ നമുക്ക് കിട്ടിയത്! എത്ര ഉയർന്ന ബന്ധത്തിലേക്കാ ദൈവം നമ്മളെ കൊണ്ടുവന്നേക്കുന്നത്! ആദാമും ദൈവം തമ്മിലുള്ള ബന്ധം ഒന്ന് നോക്കിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവവും ആദാമും ഒന്നിച്ച് നടക്കുക. ദൈവം ഉണ്ടാക്കിയ മൃഗങ്ങൾക്ക് പേരിട്ടത് ആദാമ. നഗ്നനാണെങ്കിലും ഒരു ലജ്ജയുമില്ല. ഒറ്റ മൃഗത്തെ കൊല്ലേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. ഞാനും ദൈവം തമ്മിൽ ആ ബന്ധമുണ്ടെങ്കിൽ ഈ തൃശ്ശൂർ പട്ടണം എത്ര അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും. ഇവിടെ ഒരുവനുണ്ട്, ദൈവത്തിന്റെ സ്നേഹിതൻ ഇവിടെ ഒരുവനുണ്ട്. ദൈവത്തിന് 10 പേര് വേണ്ട. ഈ കേരളത്തിലേക്ക് ദൈവത്തിന് 10 പേര് വേണ്ട. ഒരു വ്യക്തി മതി.
ഒരു വ്യക്തി മതി എനിക്ക് ഈ ദൈവമായിട്ടുള്ള ബന്ധം കാത്താ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാ തുറന്നൊന്ന് ദൈവത്തോട് സംസാരിക്കാമോ? കേൾക്കുന്നത് ദൈവവചനമാണോ അതോ മനുഷ്യന്റെ വ്യാഖ്യാനമോ മനുഷ്യന്റെ തോന്നലാണോ? ദൈവം നമ്മളെ ഓരോരുത്തരെ കൊണ്ടുവന്നു. ഞാൻ നിങ്ങളുടെ സാഹചര്യങ്ങളൊന്നും അറിയുന്നില്ല, പക്ഷെ നമ്മളെ സൃഷ്ടിച്ചവൻ നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം കർത്താവേ, സ്തോത്രം. ഹല്ലേലൂയ. നോട്ട്ബുക്കിൽ എഴുതുന്നതിനെക്കാട്ടും പ്രാധാന്യം ഈ വചനം കേട്ടു നമുക്ക് സംസാരിക്കാം. കർത്താവേ, സ്തോത്രം, സ്തോത്രം. ദൈവശബ്ദം കേട്ടത് ആ സമയങ്ങൾ ഓർക്കുന്നുണ്ടോ? എത്ര അവസരങ്ങളിലാ രാത്രി യാമങ്ങളിൽ ദൈവം നമ്മളെ തട്ടി എഴുന്നേൽപ്പിച്ചത്. ശരീരത്തിൽ വേദനയുള്ളതുകൊണ്ടല്ല നമ്മൾ രാത്രി എഴുന്നേറ്റത്, അല്ലെ ബാത്റൂമിൽ പോവാനല്ല. ഒരുവൻ എന്നെ തട്ടി എഴുന്നേൽപ്പിച്ചത്. എന്നോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. എന്നെ സൃഷ്ടിച്ചത് പാട്ട് പാടാനല്ല, ആ അടുത്ത ബന്ധം സ്വന്തം സാദൃശ്യവും സ്വരൂപത്തിലാണ് സൃഷ്ടിച്ചത്. നിത്യതയ്ക്ക് വേണ്ടിയാ നമ്മളെ സൃഷ്ടിച്ചത്. ഈ ഭൂമിയിൽ കുറച്ച് ദിവസം ജീവിക്കാനല്ല. നാം മനുഷ്യനെ നമ്മുടെ സ്വരൂപവും സാദൃശ്യത്തിൽ സൃഷ്ടിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ആൾക്കാർ പൈസയിൽ ആശ്രയിക്കുന്നു, ജ്ഞാനത്തിൽ ആശ്രയിക്കുന്നു, അവന്റെ കഴിവുകളിൽ ആശ്രയിക്കുമ്പോൾ എൻ്റെ ആശ്രയം എൻ്റെ സൃഷ്ടിച്ചവൻ, എൻ്റെ സൃഷ്ടിതാവുമായിട്ടുള്ള എൻ്റെ ബന്ധം. കൽപ്പനകൾ അങ്ങനെ തന്നെ അനുസരിക്കുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ വല്ല അനുസരണക്കേടുണ്ടോ? ഒന്ന് ചോദിച്ചേ. നമ്മുടെ അപ്പച്ചൻ പറയുന്നേ, നേരിട്ട് സംസാരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും നീ സഹായിക്കണമേ കർത്താവേ. നിന്റെ വരവടുത്തു കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ എൻ്റെ വിഷമവും പ്രയാസം മറ്റവരോട് എന്തിനാ പറയുന്നേ? എൻ്റെ അപ്പച്ചനോട് അങ്ങ് പറഞ്ഞാ മതിയല്ലോ. ഹല്ലേലൂയ. രക്തം ചൊരിഞ്ഞില്ലയോ നമ്മളെ വീണ്ടെടുത്തത്? സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ദൈവദാസൻ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ.